UDF ജയിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ഈ പിണറായി വിജയനെക്കുറിച്ച് പല ദോഷങ്ങളൊക്കെ പറയും. എങ്കിലും UDF അധികാരത്തിൽ വന്നൊരു 6 മാസം കഴിയുമ്പോൾ ആളുകൾ നെഞ്ചത്ത് കൈ വെച്ചിട്ട് പറയും, ഓ എത്രയല്ല പിണറായി വിജയൻ എന്തിനു നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിന് കുറച്ച് ധാർഷ്ട്യവും ധിക്കാരവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രായാധിക്യം കൊണ്ടുള്ള ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇവരോട് കമ്പയർ ചെയ്യുമ്പോൾ എത്ര മെച്ചപ്പെട്ട സർക്കാരായിരുന്നു അത് എന്ന് ആളുകൾ പശ്ചാത്താപത്തോടെ പറയും എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. അത് സത്യവാഹം പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ ഭരണം കിട്ടിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ ആരായിരിക്കും മുഖ്യമന്ത്രി എന്ന വിഷയത്തെക്കുറിച്ചുള്ള തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഒരാളെ തീരുമാനിച്ചാൽ മറ്റു രണ്ടുപേരും എന്ത് ചെയ്യും? അവർ കുത്തിച്ചാകുമോ അതോ കുത്തിക്കൊല്ലു അതും അറിയില്ല. അപ്പോൾ ഈ രീതിയിലാണ് അവിടുത്തെ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇടതുപക്ഷ സർക്കാർ ഉണ്ടാക്കി വെച്ച അപകടങ്ങളൊക്കെ പുതിയ സർക്കാർ 6 മാസത്തിനകത്ത് പരിഹരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. വളരെ ഡിസ്പാഷനറായിട്ട് നോക്കുമ്പോൾ VD സതീശനാണ് ഒരു എഡ്ജ് എന്ന് പറയാൻ കഴിയും. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം കഴിഞ്ഞ 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നു. മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഇദ്ദേഹം എന്നുള്ള എല്ലാവർക്കും അറിയുകയും ചെയ്തു. അത്രയും പ്രകടമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. അത് പ്രതിപക്ഷ നേതാവ് ആരാന്ന് വെച്ചാൽ കുറച്ച് നേരം ആലോചിച്ചിട്ട് ഇന്ന ആളാണ് എന്ന് പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയില്ല. നിയമസഭാ വേദിയെയും പുറത്തും അതിശക്തമായ രീതിയിൽ സർക്കാരിൻ്റെ പോരായ്മകൾ കണ്ടുപിടിച്ച് അത് ബഹുജന സമക്ഷം അവതരിപ്പിക്കുന്നതിൽ അദ്ദേഹം ഒരു വലിയ കഴിവ് തെളിയിച്ചു. പിന്നെ ഈ പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളിലൊക്കെ, അതായത് തൃക്കാക്കരയാണെങ്കിലും അതല്ല പുതുപ്പള്ളിയാണെങ്കിലും നിലമ്പൂരാണെങ്കിലും പാലക്കാടാണെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് മുൻകൈയെടുത്ത് പ്രവർത്തിച്ച ആളാണ് സതീശൻ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ഒരു ക്ലെയിമുണ്ട്. മാത്രവുമല്ല ഈ നമ്മുടെ നാട്ടിലെ നല്ലൊരു ഭാഗം വോട്ടർമാരും ഈ കോൺഗ്രസ് സ്ഥാനത്തേക്ക് വോട്ട് ചെയ്യുമ്പോൾ മനസ്സിൽ വിചാരിച്ച ഒരു കാര്യം സതീശൻ മുഖ്യമന്ത്രിയെ കാണും എന്ന് വിചാരിച്ചിട്ടാണ്. അതേസമയത്ത് രമേശ് ചെന്നിത്തല സംബന്ധിച്ചിട്ട് പുള്ളി വളരെ ചെറുപ്പത്തിൽ ഈ സ്ഥാനത്തൊക്കെ വന്ന ആളാണ്. KSUവിൻ്റെ പ്രസിഡൻ്റായിരുന്നു, യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു, പിന്നെ KPCC പ്രസിഡൻ്റായിരുന്നു, ഒരുപാട് കാലം MLA ആയിരുന്നു, MP ആയിരുന്നു, വീണ്ടും MLA ആയി. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അദ്ദേഹം ആഭ്യന്തരമന്ത്രി വരെ ആയിരുന്നു. അതും കൂടാതെ ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 5 കൊല്ലം പ്രതിപക്ഷ നേതാവായിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത വേറൊരാളില്ല. സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ രമേശിനോട്, അതല്ല ഒരു പോരാളി എന്ന രീതിയിലാണ് പരിഗണിക്കുന്നതെങ്കിൽ സതീശനോട്. ഈ രണ്ടും ആണെങ്കിൽ പ്രശ്നമില്ല. അവർ തമ്മിൽ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി പോയിക്കോളും. മറിച്ച് KC വേണുഗോപാലിനെ എയർലിഫ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ അത് സ്വാഭാവികമായിട്ടും വലിയ റിസെൻറ്റ്മെൻ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് സത്യം. മറിച്ച് വേണുഗോപാൽ നയിക്കുന്ന ഒരു മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തല ജോയിൻ ചെയ്യുമോ സതീശൻ ജോയിൻ ചെയ്യുമോ എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു ഉറപ്പില്ല. ചെയ്യാതിരിക്കാനാണ് സാധ്യത. ഇവരെ രണ്ടുപേരെ പുറത്തേറ്റിട്ട് കൊണ്ട് ഫലപ്രദമായ ഒരു മന്ത്രിസഭ ഉണ്ടാക്കി വേണുവിന് ഭരിക്കാൻ പറ്റും എന്ന് തോന്നുന്നുണ്ടോ? അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇതിൻ്റെ ഭാവി വളരെ ഇരുളടഞ്ഞ നിലയിലാണ് കാണുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിസ്ഥിതിയിലേക്ക് പോയി കഴിഞ്ഞാൽ പാർട്ടി ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ തന്നെ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരും.